ഇന്ന് BTS പോലും ബെഞ്ച് മാർക്കായി കിങ് ഓഫ് പോപ്പ് എന്ന പേരിൽ നിലകൊള്ളുന്ന മൈക്കിൾ ജാക്സൺ. നല്ല വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാത്ത കാലത്ത് പണമുണ്ടാക്കാനായി അച്ഛൻ 7 വയസ്സുള്ള മൈക്കിൾ ജോസഫ് ജാക്സൺ ഉൾപ്പെടെ 9 മക്കളെ വെച്ച് 1965 ജാക്സൺ 5 എന്ന മ്യൂസിക്കൽ ബാൻഡിന് രൂപം നൽകുന്നു. അവരുടെ ആദ്യത്തെ ആൽബം ഐ വാണ്ട് യു ബാക്ക് മുതൽ കുട്ടി ജാക്സൺ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സിംഗർ ആവുമെന്ന് കാണികളിൽ ഓരോരുത്തർക്കും ഉറപ്പായിരുന്നു. വർഷങ്ങളോളം ജാക്സൺ 5 പല ഹിറ്റുകളും അമേരിക്കയിൽ ഉണ്ടാക്കിയെങ്കിലും ക്വിൻസി ജോൺസിനോടൊപ്പം മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ എന്ന ആൽബം ഇതുവരെയ്ക്കും 7 കോടി ഒറിജിനൽ കോപ്പികൾ വിറ്റ് 8 ഗ്രാമി അവാർഡുകൾ വാങ്ങി ഇനി ഒരു എതിരാളിയും ഇല്ലാത്ത തലത്തിൽ അവനെ എത്തിച്ചു. 1983 മോട്ട്ബിൻ എസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന പ്രോഗ്രാമിൽ തന്റെ മൂൺ വാക്കും സ്റ്റൈലുകളും ലോകമെമ്പാടും അനുകരിച്ചു. പിന്നീട് 90കളിൽ വിറ്റലിഗോ എന്ന അസുഖം കൊണ്ടും ഒരു പരസ്യ ചിത്രത്തിനിടെ ഉണ്ടായ ആക്സിഡന്റിലും ചെയ്യേണ്ടി വന്ന സർജറി കാരണം കഴിക്കാൻ തുടങ്ങിയ പെയിൻ കില്ലേഴ്സ് മൈക്കിൾ ജാക്സൺ ഒരു അഡിക്ഷനായി മാറുന്നു. പിന്നീട് പലരും പല മാധ്യമങ്ങളും ബാലപീഡനം, ഡ്രഗ് അഡിക്റ്റ് എന്നീ പേരുകൾ ജാക്സനെ വിറ്റ് കാശുണ്ടാക്കുമ്പോൾ മൈക്കിൾ ജാക്സൺ മാനസികമായും ശാരീരികമായും